നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നത്? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാനുള്ള 5 ലക്ഷണങ്ങൾ. ഒരു മനുഷ്യ ശരീരത്തിന്റെ 80% വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ശരീരത്തിന്റെ കോശങ്ങളിൽ വെള്ളം കുറയുമ്പോൾ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ കാണാറുണ്ട്. ഒട്ടുമിക്കൽ മൈഗ്രെയിൻ രോഗികളിലും ഒട്ടുമിക്കൽ തലവേദനയുള്ള രോഗികളും ഇത്തരത്തിൽ ഡീഹൈഡ്രേഷൻ സിംറ്റംസും കണ്ടുവരാറുണ്ട്. ഒന്നാമതായിട്ട് ഡ്രൈ മൗത്ത് ഓർ ഡ്രൈ ലിപ്സ്. ചുണ്ടുകൾ വരണ്ടൊട്ടുകയോ വായിൽ വരൾച്ച തോന്നുകയോ വാ ഒട്ടുന്നതായിട്ടുള്ള ഫീലിംഗ് വരികയോ ചെയ്യുന്നത് ഡീഹൈഡ്രേഷന്റെ ലക്ഷണമാകാം. രണ്ടാമതായിട്ട് മസിൽ ക്രാംസ്. പകൽ സമയത്തോ പ്രത്യേകിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തോ മുതിർന്നവരിൽ ക്രാംസുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മസിൽ കൊളുത്തി പിടിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട്, കാലിൽ വലിച്ചിൽ പോലത്തെ വേദനകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡീഹൈഡ്രേഷന്റെ ഒരു സിംറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ നാരുകളുടെ അളവ്, അല്ലെങ്കിൽ ദഹനവ്യവസ്ഥയിൽ നാരുകളുടെ അളവ് കുറയുന്നതും ജലത്തിന്റെ അളവ് കുറയുന്നതുമെല്ലാം മലബന്ധം ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരിൽ നന്നായിട്ട് ദഹനം നടക്കുന്നതും മലബന്ധമില്ലാതെ കൃത്യമായിട്ട് ബവൽ മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. നാലാമതായിട്ട് യൂറിനേഷൻ. മൂത്രമൊഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. മൂത്രമൊഴിക്കുന്നതിന്റെ അളവ് കുറയുന്നുണ്ടോ, അതേപോലെ തന്നെ മൂത്രമൊഴിക്കുന്നതിന്റെ നിറം വ്യത്യാസം വരുന്നുണ്ടോ. മൂത്രം മഞ്ഞ നിറമാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കടും മഞ്ഞ നിറത്തിലായാൽ മാത്രമേ ഡോക്ടറെ കാണിക്കുകയോ മൂത്രപരിശോധനയ്ക്കായിട്ട് വിധേയരാകുകയോ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരിൽ മൂത്രം കളർലെസ് ആയിട്ട് വെള്ളം പോലെ പോകേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ധാരാളം വെള്ളം 3 തൊട്ട് 4 ലിറ്റർ വരെ എല്ലാം വെള്ളം കുടിക്കുകയും നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുകയും ചെയ്യുന്നത് ഡീഹൈഡ്രേഷനെ ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് സാധാരണ ആളുകൾ കണ്ടുവരുന്ന ലക്ഷണമാണ് ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. വെയിലിന്റെ കാഠിന്യം മൂലമാണ്, BP കുറയുന്നത് മൂലമാണ്, അതല്ലെങ്കിൽ ഷുഗറിന്റെ ഫ്ലക്ച്വേഷൻ കാരണമാണ് എന്നെല്ലാം വിശ്വസിച്ചിരിക്കുന്ന പല ആളുകൾക്കും പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെ ആവാം. ജലം നന്നായിട്ട് കുടിക്കുന്ന ആളുകളിൽ, പ്രത്യേകിച്ചും കഫീനും ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗറും അടങ്ങാത്ത ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ക്ഷീണം പാടെ മാറിപ്പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. തലവേദന അനുഭവിക്കുന്ന ആളുകൾ പലരിലും ഇത്തരം ലക്ഷണങ്ങൾ അവർ കാണാതെയോ ശ്രദ്ധിക്കാതെയോ പോകുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങൾക്ക് തലവേദനയോടൊപ്പം, നിങ്ങളുടെ മൈഗ്രെയിൻ അറ്റാക്സിനൊപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.